ഹായ് ഹലോ ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ആഫ്ര ബെന്നിൻ്റെ സോങ് എന്നുള്ള പോവമാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ അബൌട്ട് ദി പോയറ്റ്. ആഫ്ര ബെൻ എന്ന് പറയുന്നൊരു ഇംഗ്ലീഷ് പ്ലേ റൈറ്റാണ്, പോയറ്റാണ് ആൻഡ് ഓൾസോ പ്രോസ് റൈറ്റർ. റെസ്റ്റോറേഷൻ ഇറയിൽ ഒരു ട്രാൻസ്ലേറ്ററും കൂടിയാണ് ആഫ്ര ബെൻ. സോ വൺ ഓഫ് ദി ഫസ്റ്റ് ഇംഗ്ലീഷ് വുമൻ ടു ഏൺ ഹർ ലിവിങ് ബൈ ഹർ റൈറ്റിംഗ്. അപ്പോൾ എല്ലാ കൾച്ചറൽ ബാരിയേഴ്സിനെയും ബ്രേക്ക് ചെയ്ത് ഒരു ലിറ്റററി റോൾ മോഡലായിട്ട് മാറിയ ചുരുക്കം ചില വിമൻ റൈറ്റേഴ്സിൽ ഒരാളാണ് ആഫ്ര ബെൻ എന്ന് പറയുന്നത്. അപ്പം ആഫ്ര ബെന്നിനെ അതായത് ചാൾസ് ടു പിന്നെ സ്പൈ ആയിട്ടൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്, ജോലിയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ ഒരു ജോലിയും കൂടി ആഫ്ര ബെൻ ചെയ്തിട്ടുണ്ട്. ലണ്ടനിലോട്ട് റിട്ടേൺ ചെയ്തിട്ട് അവർ കുറച്ച് നാൾ അവർ ജയിലിലായിരുന്നു. ആൻഡ് ആ സമയത്താണ് ഇവർ എന്ത് ചെയ്തത്, ഈ ഒരു സ്റ്റേജിലാണ് അവർ റൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അവർ എന്താ പറയുക, ഒരു സ്യൂഡോനെയിമിലാണ് എഴുതിയിരുന്നത്. ആസ്ട്രിയ എന്നാണ് ഇവരുടെ സ്യൂഡോനെയിം എന്ന് പറയുന്നത്. പെൻ നെയിം എന്ന് പറഞ്ഞാൽ ആസ്ട്രിയയാണ്. അപ്പോൾ ഒരുപാട് പൊളിറ്റിക്കൽ ഈ ടഫ് ടൈംസിലൊക്കെ ഇവർ ഈ ഒരു സ്യൂഡോനെയിം വെച്ചിട്ടാണ് എഴുതിയത്. പിന്നെ ഇവരൊരുപാട് വർക്ക്സ് ഒക്കെ എഴുതിയിട്ടുണ്ട്. അത് അവർക്ക് ലീഗലി ട്രബിൾസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആൻഡ് ഇവർ കൂടുതലും ചെയ്തിട്ടുള്ളത് പ്രോസ് വർക്ക്സ് ആണ്, അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ വർക്ക്സ് ആണ് ഇവർ കൂടുതലും ചെയ്തിട്ടുള്ളത്. ഓക്കെ, വിർജീനിയ വുൾഫിൻ്റെ റൂം ഓഫ് വൺസോൺ എന്നുള്ള വർക്കിനകത്ത് ആഫ്ര ബെന്നിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ ഇവരുടെ വേറെ വർക്ക്സ് എന്ന് പറയുന്നത് ഊരുങ്കോ ഓർ ദ റോയൽ സ്ലേവ്, പിന്നെ പ്ലേ എഴുതിയിട്ടുണ്ട് ദ റോവർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ആഫ്ര ബെന്നിൻ്റെ ഈ സോങ് എന്ന് പറയുന്നത് ലവിൻ്റെ ഇമ്പാക്റ്റ് എന്താണ്, ലവ് കാരണം ഉണ്ടാകുന്ന ജോയ് അല്ലെങ്കിൽ ഹാപ്പിനെസ് എന്താണ്, ഇതാണ് ഈ ഒരു സോങ് എന്ന് പറയുന്നത്. അപ്പം ലവിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു പോം എഴുതിയിരിക്കുന്നത്. അപ്പം ലവ് എന്ന് പറയുന്നത് ഒരു ഡെല്യൂഷനാണെന്നും അതൊരു കൈൻഡ് ഓഫ് മാജിക്കൽ ഡിവിനിറ്റി അതിനുണ്ടെന്നുമാണ് ഇവർ പറയുന്നത്. എല്ലാ വെൽത്തിനെക്കാട്ടിലും മുകളിലാണ് ലവ് എന്ന് പറയുന്നത്. ഈവൻ ദോ പീപ്പിൾ ലവിനെ കേഴ്സ് ചെയ്യുന്നുണ്ടെങ്കിലും, അതായത് ശപിക്കുന്നുണ്ടെങ്കിലും, അവർക്ക് ആ ലവിൻ്റെ പെയിൻ മനസ്സിലാക്കുമ്പോൾ, ഈവൻ ദോ പെയിനൊക്കെ മനസ്സിലാക്കുമ്പോൾ ആളുകൾ ശപിക്കും, ലവിനെ സ്നേഹിക്കണ്ടായിരുന്നു, അല്ലെങ്കിൽ ഏത് കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും അത് വേണ്ടായിരുന്നു എന്ന് തോന്നുവാണെന്നുണ്ടെങ്കിലും, പക്ഷെ ലവ് ആണ് നമ്മളെ ബെറ്റർ ഹ്യൂമൻ ബീങ്സ് ആക്കി മാറ്റുന്നത്. അപ്പോൾ ലവ് ലോജിക്കിനും റീസണിനും അപ്പുറമാണ്, അല്ലേ? നമ്മളിപ്പോൾ ലവ് സ്റ്റോറീസ് എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ ഇഫ് വി ആർ ഇൻ എ റിലേഷൻഷിപ്പ് ആണെങ്കിൽ പോലും നമ്മൾ ലോജിക്കിനും ചില സമയത്ത് നമ്മൾ പെരുമാറുന്നതും നമ്മൾ ബിഹേവ് ചെയ്യുന്നതാണെങ്കിലും നമ്മൾ സംസാരിക്കുന്നതാണെന്നുണ്ടെങ്കിലും ലോജിക്കിനും റീസണിനും അപ്പുറമാണ് നമ്മൾ ചിലപ്പോൾ പെരുമാറുന്നത്. അപ്പോൾ ലവ് എന്ന് പറയുന്ന ഒരുപാട് കൈൻഡ്സ് ഓഫ് ലവ് ഉണ്ട്, അല്ലേ? പിന്നെ ലവ് എന്ന് പറയുന്ന എന്താ പറയുക, എല്ലാ ആളുകളെയും ഇൻസ്പയർ ചെയ്യുന്നൊരു ആക്ട് ആണെന്നാണ് പറയുന്നത്. ഈ ഡള്ളായിട്ടിരിക്കുന്ന കാര്യങ്ങളാണെങ്കിലും ആളുകളാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ആ ഒരു ഡൾനെസ്സിൽ നിന്ന് പുറത്തെടുക്കാൻ ലവ് എന്നുള്ള ഈ ഒരു ഇമോഷന് നല്ല രീതിയിൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു ക്ലൗണിനെ എങ്ങനെ പ്ലീസ് ചെയ്യാം എന്ന് പഠിപ്പിക്കുന്നതും ലവ് ആണ്. അതായത് അയാൾക്ക് അയാളുടെ ജോലിയായിട്ട്, ഇപ്പോൾ ക്ലൗണിന് ജോലി ഇഷ്ടമാണെങ്കിൽ അയാൾക്ക് നല്ല രീതിയിൽ അയാൾ ആ ജോലി ചെയ്യും. അപ്പം ക്ലൗണിൻ്റെ ജോലി എന്താണ്? ആളുകളെ ചിരിപ്പിക്കുക, ആളുകളെ പ്ലീസ് ചെയ്യിപ്പിക്കുക. ഇഫ് ഹി ഈസ് ലവിങ് ഹിസ് ജോബ് ആണെന്നുണ്ടെങ്കിൽ ഹി വിൽ ഡു ദ ജോബ് വിത്ത് പാഷൻ. അപ്പം ലവ് ആണെന്നുണ്ടെങ്കിൽ, എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും, ഇപ്പോൾ ഒരാളെ കൊണ്ട് നല്ല ജോലി ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ലവ് ഉണ്ടെങ്കിൽ അത് നടക്കും. പിന്നെ അതുപോലെ തന്നെ നല്ല അഹങ്കാരികളായിട്ടുള്ള ആളുകളാണെങ്കിൽ ലവ് ഉണ്ടെങ്കിൽ അവരെ ഹംബിളാക്കും. ആൻഡ് വളരെ കോൾഡായിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവരല്ലെങ്കിൽ വളരെ ഇൻഡിഫറൻ്റ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവരെയും ഹംബിളാക്കും ലവ് എന്ന് പറയുന്നത്. ആൻഡ് പിന്നെ അതുപോലെ തന്നെ ഭയങ്കര പേടിത്തൊണ്ടന്മാരെ ലവ് എന്ത് ചെയ്യും, വളരെ കറേജസ് ആക്കി മാറ്റാനും നോക്കും. അപ്പോൾ ആ ഒരു ഇമോഷൻ വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് മനുഷ്യരിൽ. അതുപോലെ തന്നെ ഈ അധികം ബുദ്ധിയൊന്നും ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ, ബുദ്ധി ഇൻ ദ സെൻസ് എന്താണ്, കൂടുതലും നല്ല വൈസ് ഡിസിഷൻസ് ഒന്നും എടുക്കാൻ അറിയത്തില്ല, കുറച്ച് ലേസി കെയർ ഫ്രീ ആയിട്ട് നടക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ലവ് എങ്ങനെയാണ് അവരെ മാറ്റിയെടുക്കുന്നത്, തിങ്ക് ചെയ്യാൻ പ്രേരിപ്പിക്കും ലവ് എന്നാണ് പറയുന്നത്. സോ ഒരു അവിടെ ഇവിടെ വേവർ ചെയ്ത് നടക്കുന്ന ഒരു മൈൻഡുള്ളൊരു മനുഷ്യനാണെന്നുണ്ടെങ്കിൽ അയാളെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പഠിപ്പിക്കുന്നതും ലവ് ആണ്. സോ വളരെ ഓൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് ലവ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്, അവരുടെ ലൈഫ് വളരെ ഹാപ്പി ആവാനും അവരുടെ ആ ഒരു ഫിസിക്കൽ ഡിസ്ട്രസ്സിൽ നിന്നുള്ളൊരു മോചനമൊക്കെ ലവ് ക്രിയേറ്റ് ചെയ്യും. അതുപോലെ തന്നെ യൂത്തിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ ലവ് വരുമ്പോൾ ഒരു അൺട്രസ്റ്റ് അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് കൺഫ്യൂഷൻ ഒക്കെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇൻ ഷോർട്ട്, ലവ് എന്ന് പറയുന്നത് എന്താണ്, എല്ലാ വേൾഡിലുള്ള എല്ലാ ഇൽനെസ്സിനും ഉള്ള ഒരു കൈൻഡ് ഓഫ് സൊല്യൂഷനാണ് ലവ് എന്നാണ് നമ്മുടെ പോയറ്റ് ഇതിനകത്ത് പറയുന്നത്. കമ്മിങ് ടുവേർഡ്സ് എ പോയറ്റ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി നമുക്ക് ഇതിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം. ഓവറോൾ സമ്മറിയാണ് ഞാൻ നേരത്തെ പറഞ്ഞു തന്നത്. ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ലവ് അതായത് നമ്മൾ കുടിക്കുന്ന വൈനിനെക്കാട്ടിലും സ്ട്രോങ് ആണ്, അത്രയധികം എന്താ പറയുക, ഒരു കൈൻഡ് ഓഫ് ഡെല്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ് വൈൻ എന്നാണ്, ലവ് എന്നാണ് പോയിട്ട് പറയുന്നത്. ലവ് സ്ട്രോങ്ങർ ദാൻ വൈൻ എന്നാണ് തുടങ്ങുന്നത്. പിന്നെ ലവ് ആണ് എല്ലാ വെൽത്തിനെക്കാട്ടിലും എബവ്. ആൻഡ് അതുപോലെ തന്നെ
ഇപ്പം പീപ്പിൾ എപ്പോഴാണ് ലവിനെ കേഴ്സ് ചെയ്യുന്നത്? അവർ പെയിനിലും ടിറനിലും ആയിരിക്കുമ്പോൾ തന്നെ, ലവ് കാരണം അവർ പെയിനിലും ടിറനിലും ആയിരിക്കുമ്പോൾ തന്നെയാണ് പിന്നെന്താണ് ലവിനെ കേഴ്സ് ചെയ്യുന്നത്. പക്ഷേ എന്നാലും ലവ് നമ്മളെല്ലാവരും ഒരു ബെറ്റർ ഹ്യൂമൻ ബീയിങ്സ് ആക്കി മാറ്റും എന്നാണ് പോയിട്ട് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ലവ് പിന്നെന്താണ് പറയുന്നത്, ലവ് കനോട്ട് ബി എക്സ്പ്ലെയിൻഡ് ഓൺ ദ ബേസിസ് ഓഫ് റീസൺ ഓർ ലോജിക്. അതിനും അപ്പുറമാണ് ലവ്. പിന്നെ ഇമ്പാക്റ്റ് ഓഫ് ലവ് എന്താണ്? ഡള്ള് ആയിട്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ ലവിന് അവരെ വേക്ക് ചെയ്യാൻ സാധിക്കും. ക്ലൗണിനാണെന്നുണ്ടെങ്കിൽ ക്ലൗണിന് ആർട്ട് ഓഫ് പ്ലീസിങ് എങ്ങനെയാണെന്ന് ലവ് പഠിപ്പിച്ചു കൊടുക്കും. പിന്നെ ലവ് എപ്പോഴാണ് വളരെ ഇൻഡിഫറൻ്റ് ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ വളരെ പ്രൗഡായിട്ട് നിൽക്കുന്ന ആളുകളെ ലവ് ഹമ്പിളാക്കി മാറ്റുമെന്നാണ് പറയുന്നത്. പിന്നെന്താണ് പറയുന്നത്, ഇച്ചിരി ഇഡിയോക്രസി അല്ലെങ്കിൽ ഒരു കെയർലെസ് ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ കെയർ ഫ്രീ ആയിട്ട് നിൽക്കുന്ന ഇൻഡിവിജ്വൽസിനെ ലവ് തിങ്ക് ചെയ്യാൻ പ്രേരിപ്പിക്കും. അതുപോലെ തന്നെ ഇങ്ങനെ വാണ്ടറിങ് മൈൻഡുള്ള ആളുകൾ, അല്ലെങ്കിൽ അതായത് ഒരു കെയർ ഫ്രീ മൈൻഡുള്ള ആളുകളെ ലവ് എന്ത് ചെയ്യും, അവർക്ക് വിർച്യൂ പഠിപ്പിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് എന്താണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്, അവർക്ക് കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ളൊരു ഹെൽപ്പായിരിക്കും ലവ് എന്നുള്ള ഇമോഷൻ അവരുടെ ഉള്ളിൽ നിറയ്ക്കുന്നത്. അപ്പം ഈ ഒരു ലവിനെ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങളായിട്ട് പറയുക. പിന്നെ അതുപോലെ തന്നെ ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് ലവ് ഹാപ്പിനെസ് ഉണ്ടാക്കുന്നു. യങ് ആയിട്ടുള്ള ആളുകൾക്ക് കുറച്ചും കൂടി ഒരു അൺറസ്റ്റ് ക്രിയേറ്റ് ചെയ്യാണ് മൈൻഡിൽ. ഇഫ് ടു യങ് പീപ്പിൾ ആർ ഇൻ ലവ്, അവരുടെ മൈൻഡിൽ ഒരു കൈൻഡ് ഓഫ് അൺറസ്റ്റ്, ഒരു റെസ്റ്റ്ലെസ് ഫീലിംഗ് നമുക്ക് മനസ്സിലാവും അല്ലേ. അതാണ് ലവ് യങ് ആയിട്ടുള്ള ആളുകളിൽ ഇൻഫ്ലുവൻസ് ചെയ്യിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അങ്ങനെ വേണം എഴുതാൻ. പിന്നെ അപ്പോൾ ആഫ്രാബേൺ വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിലാണ് ലവിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഒരു ഇൻടോക്സിക്കേഷൻ, വൈൻ നൽകുന്നതിനേക്കാട്ടിലും ഏറെ ഇൻടോക്സിക്കേഷനാണ് ലവ് തരുന്നത്. പിന്നെന്താണ്, ഒരു ഡെല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുമല്ലോ ഡ്രങ്കാർഡിൽ കുടിച്ചു കഴിഞ്ഞാൽ, ആ ഒരു എഫക്റ്റാണ് ലവേഴ്സിനും ഉള്ളത്. ഒരു ഡിവൈൻ ഫീലിംഗ് ഉണ്ട്. എല്ലാ വെൽത്തിനെക്കാട്ടിലും എല്ലാ ലോജിക്കിനും റീസണിനും അപ്പുറമാണ് ലവ് എന്ന് പറയുന്നത്. മോർ ജോയ്, മോർ ഹെൽത്ത് എന്താ പറയുക ലവിനുണ്ടെന്നാണ് പറയുന്നത്. അതിൻ്റേതായുള്ള പെയിനും ഉണ്ട്, അതിൻ്റേതായുള്ള ഡിഫിക്കൽട്ടിയും ഉണ്ട് എന്നും പറയുന്നുണ്ട്. ഓക്കെ, പക്ഷേ ഡ്രൈവിംഗ് ഫോഴ്സ് ഓഫ് ഹ്യൂമൻ ലൈഫ് എന്ന് പറയുന്നത്, അതിൻ്റെ ബേസിക് ക്വാളിറ്റി എന്ന് പറയുന്നതും ലവ് തന്നെയാണ്. ലവിനെ ഒരു ഡ്രഗായിട്ട് പറഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. ലവിന് ഡിഫറെൻറ്റ് ഇമ്പാക്റ്റ് ആണ് ഡിഫറെൻറ്റ് പീപ്പിളിലുള്ളത്. അതെങ്ങനെയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ലവ് ബ്രിങ് ഹാപ്പിനെസ് ടു ഓൾ. ഒരു ആളുടെ ആപ്പിറ്റീറ്റ്, അതായത് ഇപ്പം പിന്നെ എന്താ പറയുക, ഇപ്പം നമ്മളിപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുക, നമ്മൾ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ആ സമയത്ത് റേഡിയേറ്റ് ചെയ്യുന്നത് ഇമോഷൻ ഏതായിരിക്കും? ലവ് ആയിരിക്കും ഇമോഷൻ അവിടെ റേഡിയേറ്റ് ചെയ്യുന്നത്. ഒരു ഫൈനസ്റ്റ് ഡിലൈറ്റ് എന്ന് തന്നെ നമുക്ക് ലവിനെ പറയാം. ആൻഡ് എല്ലാ ഓർഗൻസും നമ്മുടെ ലവ് എന്നുള്ള ഇമോഷനിൽ സാറ്റിസ്ഫൈഡ് ആണ്. റൊമാൻറ്റിക് മൂഡാണെങ്കിൽ പോലും ലവിന് ആ ഒരു ആളുകളെ അല്ലെങ്കിൽ ലവേഴ്സിനെ ഒരു സബ്ലിമിറ്റിയിലോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ആൻഡ് പീപ്പിളിനെ വെർച്വസ് ആക്കി മാറ്റാൻ സാധിക്കും. ആളുകളുടെ ബേസിക് നേച്ചറിനെ തന്നെ ലവിൽ, അതായത് നമ്മൾ പറയത്തില്ല ചില ആളുകളെ, ലവേഴ്സ് തന്നെ കുറച്ച് ഇല്ലോജിക്കലായിട്ടും കുറച്ച് എന്താ പറയുക, കുറച്ച് കെയർ ഫ്രീ ആയിട്ടൊക്കെ കുറച്ച് ബിഹേവ് ചെയ്യും, പബ്ലിക്കിലാണെങ്കിലും അല്ലാതാണെങ്കിലും. അതൊക്കെയെന്ന് വെച്ചാൽ ലവ് ക്രിയേറ്റ് ചെയ്യുന്ന ചേഞ്ചസ് ആണ് ബേസിക് ആയിട്ടുള്ള ആളുകളുടെ നേച്ചറിൽ. ഒരാളെ സ്നേഹം കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റും എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതാണ് ഇതിനകത്ത് വരുന്നത്. അപ്പം പോയിട്ട് കൺക്ലൂഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ഇഷ്ടപ്പെടാൻ ഒരുപാട് പേരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിൽ നമ്മൾ ലവ് കാത്തു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളാണ് ഏറ്റവും ബ്ലെസ്ഡ് ആയിട്ടുള്ള ആളുകളെന്നാണ് അത് പറഞ്ഞിട്ടാണ് നമ്മുടെ പോയിറ്റ് എൻഡ് ചെയ്യുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. താങ്ക് യു.